ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, ചേട്ടൻ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്കിഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? നോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? തങ്കപ്പാ, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. ആരാത്? ആരാണെന്ന് തന്നോടാ ചോദിച്ചത്. എങ്ങനെ താൻ അകത്ത് കയറി? ഞാൻ പിന്നെ എന്റെ സ്നേഹിതനാ. അമ്മ എന്റെ സുഹൃത്ത് ഇബ്രാഹിം കുട്ടി. ഇന്നലെ രാത്രി അമ്മ കണ്ടില്ലേ? ആ, നിന്റെ കൂടെ കോണിപ്പടി കയറി പോയത് ഇയാളായിരുന്നു. അപ്പൊ ഇയാൾക്ക് താടി ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഉണ്ടായിരുന്നമ്മേ. ഓ, ഇയാളിട്ടിരിക്കുന്ന നിന്റെ കുപ്പായല്ലേ? അത് പിന്നെ ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? നമ്പ്യ, ഇബ്രാഹിം കുട്ടി സൈക്കിൾ റെഡി. എടാ തങ്കപ്പാ, നീ എങ്ങോട്ടാ? ഇബ്രാഹിം കുട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വരും. ആ, കൊപ്ര. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം, വേഗം ചെന്നാട്ടെ. തങ്കപ്പാ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. തൊഴുത്തിരി ചാണം വാരാനുണ്ട്. ഒത്തിരി ദൂരം പോണോ? അടുത്താ. കൊപ്രക്കളത്തില് കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? അല്ല. അതെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. സൈക്കിളിൽ വിട്ടേ മതി. അല്ല, പറഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടാ? കായംകുളത്താ. പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. സൈക്കിളെ വിട്ടോ. ചേട്ടൻ ഇറങ്ങിക്കോ. ഇവിടെയാണോ? അതെ. ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവനെ എനിക്ക് മുൻ പരിചയമുണ്ടല്ലോ. ഇല്ല. ഏയ് ഇല്ല. സാറിവിടെ? ഞാൻ വെറുതെ സാർ ഈ വാതിലിൽ കൂടെ കയറിയപ്പോ ഞാൻ ആ വാതിലിൽ കൂടെ അങ്ങോട്ട്. അപ്പൊ ഞാൻ ആ വാതിലിൽ കൂടെ കയറി പിന്നെ ഈ വാതിലിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി കയറി വന്നു. നമുക്ക് താഴെ ഇരിക്കാം. പടി കയറി വന്നല്ലേ, ഇനി വീടൊക്കെ ഒന്ന് കണ്ടല്ലോ. അല്ല, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ ഒന്നും തന്നെ ഇല്ല സാർ. അല്ല, ഇവരുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ. ദേവു, 2 ചായ വേണം സാർ. ഈ മുറിയില് ഇന്ന് വരെ ആരും അങ്ങനെ വരികയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല സാർ. ചുമ്മാ മുറിയല്ലേ? ചുമ്മാ മുറി. അതെ. ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ? എല്ലാം നല്ല ആളാണ് സാർ. അതായത് ഈ പ്രദേശത്തുള്ള എല്ലാവരും എന്നെ പോലെ അന്തസ്സും മാന്യതയും ഒക്കെ ഉള്ളവരാണ് സാർ. സത്യത്തിൽ മക്കളില്ലാത്ത എനിക്ക് അവരൊക്കെയാണ് സാർ ഏക ആശ്വാസം. അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ, ഈ കുഷ്ഠരോഗ ആശുപത്രിയും അനാഥ മന്ദിരവുമാണ് ഏക ആശ്വാസം എന്ന്. അത് വേറൊരു ആശ്വാസം. എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു. സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു തരം സ്നേഹം. സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുന്നു. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ വന്നോട്ടെ. പിന്നെന്താ,
മക്കളില്ലാത്ത എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും. കറക്റ്റ്. ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു മനോഹാരിത. ഈ മുറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതെന്റെ സ്വന്തം കമ്പിളിയാ. ഞാൻ പതിവായിട്ട് പുഴയ്ക്കാറുള്ളതാ. ഇവിടെ തന്നെ. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞതേ ഉള്ളൂ. റാസ്കൽ, മനുഷ്യനെ സാർ അമ്മ ഒരെ കഴുതകളെ പിടിച്ച് ജോലിക്ക് നിർത്തും. ഈ റാസ്കൽ കഴുതയല്ല സാർ, ഈ റാസ്കൽ കോവർ കഴുതയാണ്. ഇങ്ങനെയാണോ ഒരു മാന്യന്റെ മുറിയിലേക്ക് ചായ കൊണ്ടുവരുന്നത്? എന്ത് നിങ്ങൾ കൊല്ല്. ഇനി ഈ തടി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ അലമലാതി സീരികളുടെ ജോലിക്ക് വന്ന എനിക്കിത് കിട്ടണം. താമു, തോന്നിയ ദിവസം പറയരുത്. ഞാൻ ഇനി തോന്നിവാസേ പറയൂ. മുഖം മൂടി വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൊലപാതകയായിരിക്കുമെന്ന്. ഒലക്ക കൊലപാതകൾ വന്നാൽ അവരുടെ ആളാന്ന് കരുതിക്കോട്ടെന്ന് വിചാരിച്ച് എടുത്തിട്ടതാ എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ. നീ മണ്ടനാണ് താമു. നിങ്ങൾ അവണ്ടന്മാര് കുറെ കാലമായല്ലോ പരക്കമായ തുടങ്ങിയിട്ട്. എന്ത് തേങ്ങ ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്? ഷട്ടപ്പ് താമു. മടുത്തു, എനിക്ക് ഈ ജീവിതം മടുത്തു. എവിടെ നിന്റെ മുടിയും താടിയും? നീ ഒരു നയവഞ്ചകനാണ്. തോളിലിരുന്ന് ചെവി തിന്നുന്നവനാണ്. ഞാൻ കോവർ കഴുതയാണെങ്കിൽ നീ ഹിപ്പോപ്പൊട്ടാമസ് ആണ്, കണ്ടാമൃഗമാണ്. അയാൾ എന്നെ തല്ലിയപ്പോ നീ ഒരു ചെറുവിരൽ അനക്കിയോ? നീ വേഷം മാറി നടക്കുമ്പോ ഞാൻ ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാൻ ഇല്ലടാ. പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. ഞാൻ മദുരാശിയിലേക്ക് പോവുക. അവിടുത്തെ വല്ല ലോക്കൽ കേസുകളൊക്കെ അന്വേഷിച്ച് ഒരു സാധാ സിഐഡിയായി ഞാൻ ജീവിച്ചോളാം. ചെല്ലേ, മദ്രാശിയിലേക്ക് ചെല്ലേ. നിന്നെയും കാത്ത് അനന്തൻ നമ്പ്യാർ അവിടെ ഇരിപ്പുണ്ട് കൊല്ലാൻ. അനന്തൻ നമ്പ്യാരോ? അതേടാ, നമ്പ്യാർ ജയിലിയാടി. എന്റെ ഈശ്വര, എവിടെ നിന്നൊക്കെ കള്ളി ഇല്ലാതായോ? ആയി വിജയ, ഇവിടുത്തെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ മന്ത്രിയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ പോലീസാകാം. മദ്രാശിയിൽ ചെന്നാൽ അനന്തൻ നമ്പ്യാർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. തമിഴ്നാട് സി ഐ ഡി മിസ്റ്റർ രാംദാസ് ഹിയർ. ആര്, മിനിസ്റ്ററോ? ഗസ്റ്റ് ഹൗസിലോ? ഓ, വരാം. ആ, ഉടനെ വരാം. സ്റ്റേറ്റ് പോലീസ്, തമിഴ്നാട് സി ഐ ഡി, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. കേസിന് വല്ല പുരോഗതി ഉണ്ടോ അത് പറ. കേസ് വളരെ വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. സ്റ്റേറ്റ് പോലീസ് പറയുന്ന പോലെ സംശയം തോന്നുന്ന ആളെ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാർ ഞങ്ങളോട് പറയരുത്. നിങ്ങൾ ആരെ സംശയിക്കുന്ന പറയുന്നത്? ആള് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് സാർ. ആര്, ഞാനോ? അല്ല, ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ. ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ചില തെളിവുകൾ കാണിക്കാം. കോൺസ്റ്റബിൾ, സോറി, സി ഡി മിസ്റ്റർ വിജയൻ, ഓപ്പൺ ദ ബോക്സ്. പെട്ടി തുറക്കൂ. ഇത് അതിഭയങ്കരമായ ഒരു തെളിവാണ് സർ. സോറി, ഫിംഗർ പ്രിന്റ്സ്. ബാറ്റക്കാരാണോ കൊലപാതകികൾ? അല്ല സാർ, ഇനി മറ്റൊരു തെളിവും കൂടിയുണ്ട്. ഒരു മുഖം മൂടി. ഇനി ഒരേ ഒരു തുമ്പും കൂടി കിട്ടിയാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഞങ്ങൾ അതോടെ പൂട്ടും. എന്ത് തുമ്പ്? കുറ്റവാളിയുടെ രക്തം. ഇനി അത് മാത്രമേ കിട്ടാനുള്ളൂ. രക്തമെടുക്കാനുള്ള സിറിഞ്ചും ക്ലോറോഫോമും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മദ്രാശിയിലെ ആരൊക്കെയോ പിടിച്ചു എന്നോ കമ്മിറ്റി എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടുള്ളത്. എനിക്ക് വിശ്വാസം വരുന്നില്ല. അസംബ്ലി കൂടാൻ പോവുക. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനാ, നിങ്ങളല്ല. എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചില്ലെങ്കിൽ ഖജനാവിന് വരുത്തി വെച്ച നഷ്ടത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഉദരന്നൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കൊല്ലപ്പെട്ട രാജേന്ദ്രൻ എന്ന എസ് ഐയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊരു കൊലപാതകമല്ല, സ്വാഭാവിക മരണം മാത്രമാണെന്ന് നിങ്ങൾ വരുത്തി തീർത്തു. അയാളുടെ കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് അയാളുടെ വിധവയ്ക്ക് ജോലി നിഷേധിച്ചു. പാവങ്ങളായതുകൊണ്ട് അവർക്ക് കേസ് നടത്താൻ കഴിഞ്ഞില്ല. ആദ്യം അവർക്ക് നീതി നൽകൂ, പിന്നീട് അവർ കേസ് അന്വേഷണം മാസ്റ്ററുമൊക്കെ.
ടെക്സ്റ്റൈൽ ഷോപ്പിൽ നീ ആരെ കാണാൻ പോയതാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കും. ഇവിടെ നടക്കുന്നത് കേസന്വേഷണം അല്ല, പഞ്ചായത്തടിയാണെന്ന് ഞാൻ എഴുതും. ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വന്നിട്ട് മഞ്ഞപ്പിത്തം പിടിപെട്ടവന് എല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വന്നവനാണല്ലോ നീയും. നിനക്ക് ഞാൻ ക്ലോറോഫാം തന്നു, സിറിഞ്ച് തന്നു. ഇടാ, ഒരു മനുഷ്യന്റെ ഒരു തുള്ളി ചോര പോലും എടുക്കാൻ കഴിയാത്ത നീയൊക്കെ എവിടുത്തെ സീഡയാണ്ടാ? ക്ലോറോഫോം തീർന്ന പിന്നെ വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. ആ കശ്മലന്റെ ചോര എടുക്കാൻ എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച്. വേണ്ട, ഒരുമിക്കണ്ട. 24 മണിക്കൂറിനകം അവന്റെ ചോരയെടുത്ത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വല്ലതും ഓർഡർ ചെയ്തോ? ഇല്ല, താങ്കൾ വന്നിട്ടാകാന്ന് കരുതി. ആ, 20 ചപ്പാത്തി. അത്രയും വേണം. സാറ് പേടിക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. വേറെ സാർ? ബോൺലെസ് ചില്ലി ചിക്കൻ 4 ഫുൾ. 4 മതിയോ സാർ? ഇപ്പൊ അത്രയും മതി. പിന്നെ ഫ്രൈഡ് റൈസ്. അല്ലെങ്കിൽ ഇത് ആദ്യം കൊണ്ടുപോവാ, ബാക്കി ഒന്നും അപ്പൊ ഞാൻ പറയാം. യെസ് സാർ. ആ. Yes, Soda? yes, omelette. Yes, sir. Yes. എനിക്ക് മനസ്സിലായി. I will ask you. Sir? Sir? What is this? This one. Stop it! സോറി സാർ, എന്തോ കടിച്ചു സാർ. തന്റെ സർക്കസ് കാണാൻ വന്നല്ലെങ്കിൽ ഇവിടെ സത്യമായിട്ടും. വേറെ എടുത്തു പോകണോ? Yes, sir. പോയ് ഇഡിയറ്റ്. Sir, വാട്ട് ഈസ് ദിസ്? chicken alak. പിന്നെയും കടിച്ചു സാർ. ഇന്ന് ഞാൻ- സത്യമായിട്ടും കടിച്ചു സാർ. ഇവനെ ഞാൻ അറിയും. ഇവനെ എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. എന്തോ മരുന്ന് കുത്തിവെച്ച് എന്നെ കൊല്ലാനാണ് അവന്റെ ശ്രമം. എന്നെ കൊന്ന് എന്റെ പരീക്ഷണ ഫലങ്ങൾ തട്ടിയെടുക്കാൻ ആരോ അയച്ചതാണ് ഇവനെ. കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ. ആഹാ, പ്രഭാകരനായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല CID ഉള്ള മറ്റായിരിക്കും. ചുമ്മാ അതല്ല തന്നെ മദ്രാസ് പോലീസ് പിടിച്ചത്. താൻ പിന്നെ എന്തിനാ മുടിയും താടിയൊക്കെ വെച്ചേ? കുട്ടിച്ചാ തൂക്കിക്കണ്ടല്ലോ. എന്നെ വിളിച്ചോ? ആ, എവിടെ ആയിരുന്നു? തന്റെ പഴയ ഉഷാറൊക്കെ പോയോ? ആ CID-കളെ തട്ടാൻ പറഞ്ഞിട്ട് തട്ടിയില്ല. ഞാനാണെങ്കിൽ ദേവഗൗഡയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. നീ ആ ഇടുക്കിയിലോട്ടൊന്ന് വിളിച്ചു പറ, കഞ്ചാവ് ലാറി പുറപ്പെട്ടോളാൻ. നേരത്തെ ചെയ്തിട്ടുള്ള പോലെ ചെക്ക് പോസ്റ്റ് ഇടിച്ചു തീർക്കുകയോ പോലീസുകാരെ തട്ടുകയോ എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷേ കഞ്ചാവ് മംഗലാപുരത്ത് എത്തിയിരിക്കണം.
ഞാൻ കൊല്ലും. എന്നെ കൊല്ലാൻ ആരാണ് നിന്നെ അയച്ചത്? അവനെയും കൊല്ലും, നിന്നെയും കൊല്ലും. നിൽക്കണേ. I'll kill you! Stop there! I say you stop there! Stop there! Stop there! Stop there! I'll kill you! ചീത്തയാകാൻ കണ്ടു സമയം. Stop! 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 സാർ, യെസ്, എന്താ പ്രശ്നം? ഈ കഞ്ചാവ് ലോറി, കഞ്ചാവ് ലോറിയോ? ഈ കഞ്ചാവ് ലോറി ഈ ഈ കഞ്ചാവ് ലോറി? അതെ, കഞ്ചാവ് ലോറി. അല്ല, ചെക്ക് പോസ്റ്റ് തകർത്ത് ഓടിയെന്ന് വിവരം കിട്ടി. ചെക്ക് പോസ്റ്റ്? ചെക്ക് പോസ്റ്റ് തകർത്താലും തോക്കുമായി വന്നാലും ഏത് കഞ്ചാവ് ലോറിയും ഞാൻ പിടിക്കും. താങ്കൾക്ക് ഞങ്ങളെ സംശയവും പുച്ഛവുമായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഇൻസ്പെക്ടർ, കൊലപാതകം അന്വേഷിക്കാൻ മാത്രമല്ല ഈ സംസ്ഥാനം തന്നെ ശുദ്ധീകരിച്ചിട്ട് ഞങ്ങൾ പോകൂ. ലോറി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ. സി.ഐ.ഡി ഫ്രം തമിഴ്നാടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. എത്രയോ വട്ടം ചെക്ക് പോസ്റ്റ് ചേർത്തിരിക്കുന്നു, എത്ര പോലീസുകാരെ കൊന്നിരിക്കുന്നു. പക്ഷെ ആരും നമ്മുടെ കഞ്ചാവിലാറി ഇന്നുവരെ പിടിച്ചിട്ടില്ല. താടി നീട്ടി വളർത്തിയ ഒരു തടിയനാണ് അത്രേ നമ്മുടെ ഡ്രൈവറെ വെച്ച് ഇടിച്ചു തെറിപ്പിച്ചത്. അതാരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒക്കെ സിഐഡികളാവും. അനന്താ, പറയുമ്പോ വിഷമം തോന്നരുത്. നീ എന്ന് എന്റെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങി എനിക്ക് ആപത്ത്. പ്രഭാകര, ശവത്തെ കുത്തരുത്. എല്ലാം നഷ്ടപ്പെട്ടൊരു പിച്ചാന്തേരിയായി നിന്റെ മുമ്പിൽ വരേണ്ടി വന്നു. ഒരു കള്ള പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് ഒപ്പിച്ചതാ. ഇവിടെ ലക്ഷങ്ങൾ വെള്ളത്തിലായി കിടക്കുമ്പോഴാണ് അവന്റെ ഒരു പാസ്പോർട്ട്. ആ കുഞ്ഞിഷ്ണ, ആ ലാറിയിലുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാരോട് ഒളിവിൽ പോയിക്കൊള്ളാൻ പറ. ശരി, ഞാൻ ഗുരുവായൂർ വരെ ഒന്ന് പോവുക. നീ അതേ ഉള്ളു ഏക ആശ്വാസം. എന്റെ പാസ്പോർട്ട് പത്രത്തിൽ പേരുണ്ടായിരുന്നെന്ന് ശോഭ പറഞ്ഞു. വലിയ വലിയ കള്ളന്മാരെയൊക്കെ സി.ഐ.ഡി പിടിച്ചു അല്ലേ? വായിച്ചായിരുന്നോ? ചിലപ്പോ കണ്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ പേപ്പറിങ് എടുത്തു. എക്സ്പ്രസിൽ എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിടികൂടപ്പെട്ട കഞ്ചാവ് ലോറിക്കടുത്ത് സി.ഐ.ഡി രാംദാസനും സംഘവും എന്ന അടിക്കുറിപ്പോടുകൂടി. ഇതെങ്ങനെയാ കുഞ്ഞ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്?
അതമ്മേ, ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംശയം തോന്നുന്നവരെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. ആഹാ. ആ മോർണിംഗ് വന്നേ, മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഒരു സൈക്കിൾ അത്യാവശ്യ. അന്നൊരു പുത്തൻ കുട കൊണ്ടുവന്നപ്പോ വാങ്ങിച്ചെന്നും കരുതി ഇപ്പൊ ഇതൊന്നും വേണ്ട. ഈ സൈക്കിളും കൊടുത്തേച്ച് CID ഇന്നങ്ങ് പോകും. നാളെ ഇത് പൊട്ടുവോ പൊളിയോ വല്ലതും ചെയ്താ പുതിയത് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയൂ? ആവശ്യമില്ലാത്ത ദുശീലൊന്നും കുട്ടിയെ പഠിപ്പിച്ചു. സാരമില്ല, കേസ് പിടിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൊണ്ട് വാങ്ങിപ്പോയതാ. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എനിക്കിവിടെ വേറെ ആരുമില്ല. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ കഥയാണല്ലോ വലുത്. തരക്കേടില്ലാത്തൊരു ചുറ്റുപാടിൽ നിന്ന് എല്ലാം നശിച്ച് ബന്ധുവീട്ടിൽ അടിച്ചുകളിക്കാരി നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ഏക മകനാണ് ഞാൻ. അമ്മ മരിക്കുമ്പോൾ ഞാൻ മദ്രാശിയിൽ മേൽവിലാസമില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു പട്ടിണിക്കാരനായിരുന്നു. കൂടുതലില്ല, കുറച്ചൊക്കെ ജീവിതത്തിൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടില് ആരുണ്ടിപ്പോ? ഞാൻ വലിയ ആളായാൽ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായേക്കാം. തൽക്കാലം ആരുമില്ല. മോനെ കാല് അതൊക്കെ പോകാൻ ധൃതിയില്ല. നമ്പ്യാർ സാറേ, സാറേ ഒന്ന് കള്ള പാസ്പോർട്ട് കിട്ടിയില്ല. ദുബായി പോയാൽ മതിയോ? എവിടെയായാലും പാസ്പോർട്ട് വേണ്ടേ? വേണ്ട, അങ്ങനെ ഒരു സംവിധാനം ഒത്തുവന്നിട്ടുണ്ട്. ചരക്കും കയറ്റി പോകുന്ന ഉരുവില് നിങ്ങളെ ദുബായിലെത്തിക്കും. ഉരുവില? ആ, ഇക്കാലത്ത് സംശയിക്കേണ്ടെന്നേ. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ കള്ളലോഞ്ചിൽ കയറ്റി വിട്ടിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാ. അതാരാപ്പ അത്? ഇതാ ഞാൻ പറഞ്ഞ ആള്. ഇപ്രായത്തിലും ഗൾഫിൽ കിടക്കാനുള്ള പൂതി വിട്ടിട്ടില്ലല്ലേ കൊച്ചു കള്ള. എന്റെ മകന്റെ കല്യാണം അടുത്ത ആഴ്ച ഷാർജ വെച്ച് നടക്കുക. മദാമേ പെട്ടെന്ന് പാസ്പോർട്ടൊന്നും കിട്ടിയില്ല. അല്ല, ജോലിക്കൊന്നുമല്ല. അപ്പൊ ഞങ്ങൾ ഇപ്പം വന്നത് നിങ്ങളെ ഭാഗ്യം. ഇത് കാലിഫോർണിയയിലേക്ക് ചരക്കും കയറ്റി പോണ ഉരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. പിന്നെ നിങ്ങൾക്കും വേണ്ടി നമ്മളിത് ദുബായ് കടപ്പുറം പോയി തിരിക്കാം. നീന്തറിയോ? എന്തിനാ നീന്താൻ? കരയിലേക്ക് ഉരു അങ്ങനെ അടുപ്പിക്കാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഇത്തിരി നീന്തേണ്ടി വരും. നീന്താം, പക്ഷെ ദുബായ് പോലീസിന്റെ കണ്ണിലോ മറ്റേ എന്ന് പെട്ടാൽ? അതിന് നിങ്ങൾ പോലീസിന്റെ മൂക്കിന്റെ അകത്തെ കല്ലല്ലേ കയറി ചെല്ലണേ. പ്രായമായ ആളല്ലേ, മൂപ്പർക്ക് ധൈര്യം കുറച്ച് കുറവാ. അതിന് നമ്മളില്ല ഇവിടെ. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരു അറബി ഡ്രസ്സ് കരുതിക്കോളി. കര വറ്റ ഉടനെ അതിട്ട് അങ്ങോട്ട് നടക്കുക. പിന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ അറബി വാക്കുകൾ ഞാൻ അപ്പൊ പഠിപ്പിച്ചു തരാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അറബികളെ അറബി പോലീസ് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അറബി ഭാഷയൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒന്നുമില്ലാന്ന് ഇപ്പൊ പഠിപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും. പറഞ്ഞാട്ടെ. അസല് അസ്സലാമു അസ്സലാമു അലൈക്കും. അലൈക്കും. അസ്സലാമു അലൈക്കും. സലാമു അലൈക്കും. വ അലൈക്കും മുസലാം. വ വാ അലൈക്കും മുസലാം. അലൈക്കും മുസലാം. മതി മതിന്ന് ശരിയും മതി. അപ്പം അറബിക്കുപ്പായും പൈസ ആയിട്ട് വെള്ളിയാഴ്ച രാത്രി ഇങ്ങോട്ട് പോരണം. ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എത്രയോ പ്രാവശ്യം ഞാൻ ഈ ബുൾഫിഞ്ചിന്റെ സ്വരം കേട്ടിട്ടുണ്ട്. അങ്ങ് അകലെ ഒരു വിദൂര സ്വപ്നം പോലെ അവയുടെ ചിറകിന്റെ വർണ്ണം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെള്ളിയാഴ്ചകൾ മാത്രമായിരുന്നെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചെടുത്തത്. അപ്പോ മറ്റു ദിവസങ്ങളിൽ അവ ഏതോ അജ്ഞാത പ്രദേശങ്ങളിൽ അലയുന്നുണ്ടാവണം. ഉണ്ടാവണം. ഈ വെള്ളിയാഴ്ച രാത്രി നമ്മൾ എല്ലാ സന്നാഹങ്ങളോടും കൂടി പുറപ്പെടും. ഐലൻഡിൽ ചെല്ലും, ബുൾഫിഞ്ചിനെ കണ്ടെത്തും. ഒരു പുറംകടലിൽ വെയിറ്റ് ചെയ്യാൻ പൈസ മുഴുവൻ കൊണ്ടുവന്നില്ലേ? ഉണ്ടുണ്ട്, 20,000 തികച്ചുണ്ട്. ആ കെട്ടിങ്ങോട്ട് എടുത്തോളി. ആളാകെ മാറിപ്പോയല്ലോ. ഇതെന്തിനാണ് വായ അറബിക്കുപ്പായപ്പോ തന്നെ വലിച്ചു കയറ്റിക്കുന്നത്? അത് ഒരു പ്രാക്ടീസ് കിട്ടിക്കോട്ടെ വിചാരിച്ച.
ഇത് പോരെ? പോരെന്നോ മോസുതിയാന്ന് വിചാരിക്കരുത്, അസൽ അറബി. ഒന്നും വിചാരിക്കരുത്, നിങ്ങളെ നമുക്ക് വിശ്വാസലേറ്റല്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാർട്ടിനെ ഫുൾ എമൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കയറ്റി എണ്ണി നോക്കുമ്പോൾ 2000 ഉറുപ്പ്യ കുറവ്. വെറുതെ നടുക്കടലിൽ വെച്ച് ഒരു കച്ചറ വേണ്ടല്ലോ ചിറ്റാണ് ഇത് ഞാൻ എണ്ണു. എണ്ണിക്കോ. ആ, ബോട്ട് എത്തിക്കഴിഞ്ഞു. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഐലൻഡ് പിടിക്കാം. ഗുൾഫിഞ്ചിന്റെ വിഹാര സമയം അടുക്കുന്നതേ ഉള്ളൂ. ഓ, അന്ന് കഞ്ചാവ് ലോറിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഇന്നവനെ ഞാൻ വെറുതെ വിടില്ല. കൂടെ ഉള്ളവനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഏതോ വിദേശ കള്ളക്കടത്തുകാരനായിരിക്കാം. ഒരു വെടിക്ക് 2 പക്ഷി. തെളിവുകളോടെ പിടികൂടിയാൽ പിന്നെ ബ്ലഡിന്റെ ആവശ്യം വരുമോ? നിനക്ക് എത്ര കുപ്പി ബ്ലഡ് വേണം? കസ്റ്റഡിയിൽ വെച്ച് ഇഷ്ടം പോലെ എടുക്കാമല്ലോ. ഓഹോ, പുറംകടലിലേക്കാണല്ലേ വിജയ? ചിലപ്പോ നമുക്കൊരു ബോട്ട് ചേസ് വേണ്ടി വരും. അതിന് നമുക്ക് ബോട്ട് എവിടെ? ബോട്ട് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ആര്, ഞാനോ? അതാ ഒരു ബോട്ട്. ഹലോ, ഒന്നിക്കേ. ഗഫൂർക്ക, ഞങ്ങളെ ദുബായിൽ ഇറക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച ദുഷ്ട. ദുബായ് കടപ്പുറാണെന്നും പറഞ്ഞ് നീ ഞങ്ങളെ മദ്രാശിയിലെ മറീന ബീച്ചിൽ ഇറക്കി വിട്ടു അല്ലടാ? പൊന്നു മക്കളെ, ഞാനും വിചാരിച്ച ദുബായി അന്ന്, അല്ലാതെ മനഃപൂർവ്വം കൊല്ലണ്ട, കൊല്ലണ്ട. എന്തായാലും മദ്രാശി നമ്മളെ തെണ്ടിച്ചില്ല. ഒരു കണക്കിന് ഗഫൂർക്ക നമ്മുടെ ഭാഗ്യ നക്ഷത്രമാണ്. അതെ, നിലയും വിലയുള്ള 2 സിഐഡികളാണ് നമ്മളിപ്പോ. സിഐഡികൾക്ക് വേണമെങ്കിൽ ആരെയും എപ്പോഴും കൊല്ലാം. അതുകൊണ്ട് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് വായിച്ച പൈസ തിരിച്ചാ. ജീവന് കൊതിയുണ്ട്, പക്ഷെ പൈസ ഇല്ല. ഇതെന്താണ് തന്റെ കയ്യില്? അത് മുറുക്കാൻ മതിയാണ്. കാണട്ടെ. മുറുക്കാൻ പുതിയല്ലേ? അതെ. പൊന്നു കുട്ടികളെ പൈസ കൂട്ടുന്നാലും മറ്റൊരു കുടുംബം. നമ്പ്യാരെ, നിങ്ങൾ? ഞാൻ കായലിൽ ചാടി. പ്രഭാകര, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല, നീ ഞെട്ടും. എന്നെ വകവരുത്തി അതേ സിഐഡിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിന്റെ ഒരു കഞ്ചാവ് ലോറി പിടിക്കുന്നത് നീ പറഞ്ഞില്ലേ? അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നിന്റെ കഞ്ചാവ് ലോറി മാത്രമല്ല, നിന്നെ അവർ നാമാവശേഷമാക്കും. ആ സിഐഡികളെ നീ കണ്ടോ? കണ്ടു. ഉരുവിൽ കയറുന്ന തൊട്ട് മുമ്പ് ഞാൻ അവരെ കണ്ടു. ഉടനെ എടുത്ത് കായലിൽ ചാടുകയും ചെയ്തു. മദ്രാസിൽ കണ്ട അതേ 2 മലയാളി സിഐഡികൾ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. എന്നിട്ടെന്താ നേരെ ഇങ്ങോട്ട് പോകുന്നത്? ആഹാ, നീയും കായലിൽ ചാടിയോ? ചാടാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല. കുഞ്ഞീഷ്ണ, ഈ കുരിശന്റെ തലയിൽ നിന്നെടുത്ത് മാറ്റിത്ത, എന്നാലേ എനിക്കൊരു മനസമാധാനം ഉണ്ടാവും. നിന്നെ പോലെ സ്നേഹമില്ലാത്തവനല്ല പ്രഭാകര ഞാൻ അകത്തായാലും നീ രക്ഷപ്പെടണം. നിന്റെ ഈ വീടിന് ചുറ്റും സിഐഡികളെ താവളം ഉറപ്പിച്ചിട്ടുള്ള കാര്യം ഉറപ്പാ. നീ വളരെ വളരെ സൂക്ഷിക്കണം. എന്റെ കാര്യം എന്തെങ്കിലും ആകട്ടെ, എന്റെ പൊന്നു കുഞ്ഞീഷ്ണ, ഇയാളെ വല്ല ചാക്കിലും കെട്ടി എവിടെയെങ്കിലും ഒന്ന് നാട് കടത്തി തരാമോ? കൊപ്ര ഇറക്കാൻ വരുന്ന ഏതെങ്കിലും ലോറിയില്? അത് മതി. ഞാൻ പോകാം പ്രഭാകര, പക്ഷെ ഇനി കൊപ്രാക്കളത്തിലേക്ക് എനിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടാ. ഈ വീട്ടിന്റെ പടിക്കകത്ത് എനിക്ക് കയറി പോരുത്. വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച്